വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സർവശക്തനായ അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ വട്ടവും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ക്ഷമയും വിശ്വാസവും ഒരിക്കലും കൈവിടരുത്. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതലായി തരാനും അത് ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്നും എപ്പോഴാണ് നമുക്കത് ഉപകാരപ്പെടുന്നതെന്നും അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹം ചോദിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അതിൻ്റെ നന്മയും തിന്മയും എല്ലാം അറിയാവുന്നത് നമ്മുടെ സർവശക്തനായ അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ആരും വിഷമിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. നമ്മൾ പൊതുവെ നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ കൽബിലുള്ള കാര്യം നേരിട്ട് പറയാറാണ് പതിവ്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടും, അതിനുള്ള ഉത്തരവും വേഗത്തിലായിരിക്കും. നമ്മുടെ നിസ്കാരം കഴിഞ്ഞോ അല്ലാതെയോ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് അസ്മാഉൽ ഹുസ്ന മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്മ ചൊല്ലിക്കൊണ്ടോ തുടങ്ങുക. എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്ന് സർവശക്തനായ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ 99 നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത്. ഈ നാമങ്ങളുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. അത്രക്കും നമ്മുടെ അള്ളാഹുവിൻ്റെ കഴിവും ശക്തിയും വ്യക്തമാക്കുന്ന ഇസ്മുകളാണ്. ഈ ഇസ്മ ചൊല്ലി നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഇസ്മ 11 വട്ടം ചൊല്ലുകയും അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് 11 വട്ടം ചൊല്ലി കൽബിലുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് തുറന്നു പറയുക. ദുആക്ക് ശേഷം സ്വലാത്ത് 11 വട്ടം ചൊല്ലി അവസാനിപ്പിക്കുക. 2 സ്വലാത്തുകൾക്കിടയിലുള്ള ദുആ ഉടനെ സ്വീകരിക്കപ്പെടുന്നതാണ്. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇസ്മുകൾ 11 വട്ടം ചൊല്ലാൻ ആരും മറന്നു പോകരുത്. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ നമുക്ക് ഒന്നും തന്നെ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.